ഓരോ ദിവസം കഴിയുന്തോറും മലയാള സിനിമയും മലീമസമാക്കാൻ ഇയാളുടെ ഒറ്റ വാചകങ്ങൾ മാത്രം മതി. ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇയാൾ ചാനലുകളിൽ കയറിയിരുന്ന് സ്ത്രീ വിരുദ്ധത പറയുന്നതോടുകൂടി ഫിലിം ചേംബറിന്റെ വില തന്നെ കളയുന്നു. ഫിലിം ചേംബറിനെ തന്നെ നാണക്കേട് കൊണ്ട് തല താഴ്ത്തിയിരിക്കത്തക്ക രീതിയിൽ കോട്ടയത്ത് നിന്ന് ഒരുത്തൻ എഴുന്നള്ളിയിരിക്കുന്നു. അതാണ് സജി നന്ദിയാട്ടൻ. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസവും ഈ ചാനൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞറിഞ്ഞത്, കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഈ TV ഓഫ് ചെയ്ത് വെക്കാൻ പറയും ന്യൂസിന് സമയം. കാരണം പണ്ട് കൊച്ചു പുസ്തകങ്ങളും അതിനുശേഷം കാസറ്റുകളും പിന്നെ CD-കളും പിന്നെ ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് ലൈംഗിക കാര്യങ്ങളുമൊക്കെ അറിഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ ഡയറക്റ്റായി വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതും സിനിമയിൽ നിന്ന്. ഓരോ മിനിറ്റുകൾ കഴിയും തോറും എരിവും പുളിയും ചേർത്ത വാർത്തകൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വരുമ്പോ ഞാൻ ആലോചിക്കുന്നത്, ഈ AMMA എന്ന സംഘടന, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഇതിന്റെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന മധുസാർ, അതിനുശേഷം അത് TP മാധവന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. TP മാധവൻ ഇന്ന് അനാഥാശ്രമത്തിലാണ്. അതിനുശേഷമാണ് ഇന്നസെന്റ് ചേട്ടന്റെ കയ്യിലേക്ക് വന്നത്. ഇന്നസെന്റ് ചേട്ടൻ അത് വളരെ ഭംഗിയായി തന്നെ കൊണ്ടു നടന്നു. പക്ഷേ ആ സമയത്തും ഈ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൊഴികളിൽ നിന്ന് വെളിവാക്കപ്പെടുന്ന കാര്യം. അതിനുശേഷം വന്നത് ഇടവേള ബാബുവാണ്. ബാബു വന്നപ്പോഴേക്കും അതിന്റെ മൂർധന്യത്തിലെത്തി. എന്നിട്ട് ആ ബാറ്റൺ സിദ്ദിഖിന് കൈമാറി. സിദ്ദിഖിന് കൈമാറിയപ്പോഴേക്കും അതിന്റെ പരിപൂർണതയിലെത്തി എന്ന് വേണം കരുതാൻ. അങ്ങനെ ഇരിക്കുകയാണ് ജനറൽ സെക്രട്ടറി പോയപ്പോ ഇനി ജോയിന്റ് സെക്രട്ടറിയെ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരാം, പരിണമിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഉയർച്ച കൊടുക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബാബുരാജിനെതിരെയും വെള്ളടി പോലെ പരാതികളുടെ മുകളിൽ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ആരാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്? ബംഗാളിൽ നിന്ന് തന്നെ ആളുകളെ വിളിക്കേണ്ടി വരുമോ, അതോ ഇവിടെ അതിനുള്ള ആളുണ്ടാകുമോ എന്നൊക്കെയാണ് തമാശ രൂപേണ പലരും ചോദിക്കുന്നത്. ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. മീശയൊന്നും ഇല്ലാത്ത ഒരുത്തൻ ഇവിടെ ഒരു നമ്മുടെ ദേശീയ പതാകയുടെ രണ്ട് എംബ്ലം ഒക്കെ വെച്ച് ഒരു ഉടുപ്പൊക്കെ ഇട്ട് കോട്ടും ഒക്കെ ഇട്ട് 24 മണിക്കൂറും എല്ലാ ചാനലിലും വന്ന് ന്യായീകരണ തൊഴിലാളിയായിരിക്കുന്ന ഒരാളുണ്ട്. ഏതോ ഒരു ഈശ്വരൻ എന്നാണ് പേര്. ആ ഈശ്വരനുമായി എന്താണ് ബന്ധം എന്ന് പോലും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ശരി, പീഡകന്മാരെവിടെ ഉണ്ടോ ആ പീഡകന്മാരുടെ ഒപ്പം ഈ ഈശ്വരനുണ്ട്. അതുപോലെ തന്നെ സജി നന്ദിയാട്ട് എന്ന് വിളിക്കുന്ന ഒരു പരവാഴ മലയാളം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആകെ 2-3 പടമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് നടി ആക്രമിക്കപ്പെട്ട കാലത്ത് നമ്മൾ പ്രമുഖ നടൻ എന്ന് വിളിക്കുന്ന ദിലീപിനൊപ്പം അയാളെ തോളിൽ കൈയിട്ട് നടക്കുന്നു. ദിലീപിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നു. അതിനുശേഷം ചേംബറിൽ ഇലക്ഷന് നിന്നപ്പോ ആ ഗ്രൂപ്പിൽ കുറെ അധികം ആളുകൾ കാണുമല്ലോ, സിനിമ എടുക്കാൻ അഡ്വാൻസ് കൊടുത്തവരും സിനിമ എടുത്തവരും പ്രേമം കൂടിപ്പോയ ആളുകളുമൊക്കെ അവരുടെ വോട്ട് കൊണ്ടൊക്കെ എങ്ങനെയോ ജയിച്ചു ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും മലയാള സിനിമയും മലീമസമാക്കാൻ ഇയാളുടെ ഒറ്റ വാചകങ്ങൾ മാത്രം മതി. ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇയാൾ ചാനലുകളിൽ കയറിയിരുന്ന് സ്ത്രീ വിരുദ്ധത പറയുന്നതോടുകൂടി ഫിലിം ചേംബറിന്റെ വില തന്നെ കളയുന്നു. ഫിലിം ചേംബറിനെ തന്നെ നാണക്കേട് കൊണ്ട് തല താഴ്ത്തിയിരിക്കത്തക്ക രീതിയിൽ കോട്ടയത്ത് നിന്ന് ഒരുത്തൻ എഴുന്നള്ളിയിരിക്കുന്നു. അതാണ് സജി നന്ദിയാട്ടൻ. ഇവർക്കൊന്നും നാണമില്ലേ എന്ന് ചോദിച്ചാൽ ആ നാണമില്ലേ എന്നുള്ള വാക്കിന്റെ വില പോലും പോകും. ഓരോ ചാനലിലും ആദ്യം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഫുൾഫില്ല് ചെയ്തിട്ടില്ല, പൂർണ്ണതയില്ലാത്ത റിപ്പോർട്ടാണ്. പിന്നീട് പറഞ്ഞു കേസെടുക്കണമെങ്കിൽ അത് പുറത്തു വരണം, ഇവർ പരാതി കൊടുക്കണമെന്ന് ഇരകൾ.
യാതൊരു വിവരവും പൊക്കണവും ഇല്ലാതെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. പോക്സോ കേസിന്റെ മൊഴികൾ പോലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കേസെടുത്തില്ലെങ്കിൽ ചിലപ്പോ അത് കേട്ടിരുന്ന ഹേമ കമ്മിറ്റിയിലെ ജസ്റ്റിസ് ഹേമയ്ക്ക് പോലും ദോഷകരമായി വരാൻ ഭാവിയിൽ. നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണല്ലോ. അതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് വായിട്ടലക്കുകയാണ് ഒരാൾ. വെറുതെ ചാനലുകൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തും. കാരണം തെറി കിട്ടാൻ ഒരാൾ വേണ്ടേ? ഈ നാട്ടിലുള്ള സ്ത്രീജനങ്ങളുടെ മുഴുവൻ തെറിയും മേടിച്ചു കൂട്ടുന്ന ഒരാൾ, എല്ലാവരും പുച്ഛത്തോടെ കാണുന്ന ഒരാൾ, അതാണ് സജി നന്ദിയാട്ട്. പക്ഷെ ഈ സജി നന്ദിയാട്ടിനെ പുച്ഛത്തോടു കൂടി കാണുന്നതോടൊപ്പം അതിന്റെ അന്തസ് പോകുന്നത് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെയാണ്. മലയാള സിനിമയിലെ എല്ലാ യൂണിയനുകളും ചേരുന്ന, അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഫിലിം ചേംബറിന് ഇതേപോലെയുള്ള ആളുകളെ വിളിച്ചിരുത്തി ഈ നാണക്കേട് ഉണ്ടാക്കുന്നതിലും ഭേദം അതങ്ങ് പിരിച്ചുവിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആർഡർ കോർപ്പറേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തതുപോലെ സർക്കാരിന്റെ അധീനതയിൽ കൊണ്ടുവന്ന ഇത് നടപ്പാക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് കരുതുന്നു. കാരണം ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശങ്ങളും ഇന്ന് ഇവരെ ഒരിടത്തും നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ല. സമ്മതിച്ചിരുന്നെങ്കിൽ കുറെയെങ്കിലും സിനിമയൊക്കെ നേരത്തെ മാറിപ്പോയേനെ. ഇപ്പൊ വീണ്ടും ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് വിളിക്കാനും പോകുന്നു. ആ കോൺക്ലേവിൽ വരുന്നതും ഈ പറഞ്ഞ സജി നന്ദിയാട്ടും പി ഉണ്ണിക്കണ്ണനും അതേപോലെ മുകേഷും ഇടവേള ബാബുവും ഒക്കെ ആണെങ്കിൽ, സിദ്ദിഖും ഒക്കെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും കോൺക്ലേവ്. അവിടെ നമുക്ക് ചിലപ്പോ പലതും പ്രതീക്ഷിക്കേണ്ടി വരും. സിനിമയുടെ ഉന്നമനത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷിക്കേണ്ടി വരും. ഇനിയിപ്പോ ഈ AMMയുടെ സെക്രട്ടറി ആകാൻ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആകാൻ ആരെയാണ് കൊണ്ടുവരുന്നതെന്നുള്ള ചിന്തയിലാണ് AMMയുടെ ഇപ്പോഴത്തുള്ള ഭരണകക്ഷി എന്ന് പറയുന്നു. വല്ല ബംഗാളിൽ നിന്നും ആളിനെ ഇറക്കേണ്ടി വരും. ചിലപ്പോ ഈ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ പോയാൽ മലയാളം സംസാരിക്കുന്ന സ്ത്രീകളും ഒക്കെ സിനിമ കാണാൻ അങ്ങ് നിർത്തിയാൽ ബംഗാളിൽ നിന്ന് നടന്മാരും നടികളും ഒക്കെ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും കേരളത്തിലേക്ക്. ഇപ്പൊ തൊഴിലിന് വരുന്നത് പോലെ ആ ഒരു അവസ്ഥ മലയാള സിനിമയ്ക്ക് ഉണ്ടാകരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പറയുകയാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ അന്തസ്സുള്ളവരെ ഏൽപ്പിക്കണം. ഇത് മുകേഷിന്റെ അന്തസ്സല്ല കേട്ടോ. നട്ടെല്ലുള്ള അന്തസ്സുള്ള സ്ത്രീകളോട് ബഹുമാനമുള്ള ഒരു തലമുറയെ ഇത് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ കൈ കീഴണം. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കണ്ണാടി എടുത്ത് തലയിലോട്ട് വെച്ചു എന്ന് വിചാരിച്ച് ഞാൻ വലിയ കൊച്ചമ്മയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരൊന്നും ചിലപ്പോ ഇതൊന്നും കൊണ്ടു നടക്കാൻ പ്രാപ്തിയുള്ളവരാകണം എന്നില്ല.